Comedy always acts as a corrective. Means comedy is not only for a belly laugh. ചിരിക്കാൻ മാത്രമല്ല കോമഡി. അതിനെന്തുണ്ട്, അതിനൊരു കറക്റ്റീവ് പർപ്പസ് ഉണ്ടെന്നാണ് അല്ലെ, ഒരു തിരുത്തൽ ശക്തി അതിനുണ്ട്. മനുഷ്യരെ തിരുത്താൻ സെറ്റേഴ്സിലൂടെയൊക്കെ നമ്മുടെ ടി വി പരിപാടികൾക്ക് ഒരുപാടുണ്ടാവില്ലേ, മറിമായം പോലെയുള്ള സെറ്റേഴ്സ്, സോഷ്യൽ സെറ്റേഴ്സ്. ഇറ്റ് ഹാസ് എ കറക്റ്റീവ് പർപ്പസ് ഓൾസോ. The play, The Boor, deals with the fickleness and frivolities of human relationships and commitments. The Boor, നമ്മുടെ നാടകത്തിൻ്റെ പേരാണ് അല്ലേ. പ്രാകൃതൻ അല്ലെങ്കിൽ മൊരടൻ എന്നൊക്കെയാണ് ബോർ എന്നുള്ളതിൻ്റെ അർത്ഥം. It deals with the fickleness. Fickleness means changing behavior, particularly in sincerity. ഒരു മനഃചാഞ്ചല്യം എന്നൊക്കെ പറയാം fickleness. മനുഷ്യനെപ്പോഴും ഒരിടത്ത് മാത്രം ഉറച്ചു നിൽക്കില്ലല്ലോ. And frivolities, silliness, നിസാരത ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. റിലേഷൻഷിപ്സിലും അതുപോലെ കമ്മിറ്റ്മെൻറ്റ്സിലും, അതായത് പ്രതിബദ്ധതയിലുമുള്ള മനുഷ്യൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിബദ്ധതയാണല്ലോ, ഡെഡിക്കേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിലേക്കുള്ള നിസ്സാരതയും അതുപോലെ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇറ്റ് ഓൾസോ റിമൈൻഡ്സ് us, നമ്മളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, that life has to be lived. ജീവിതം ജീവിക്കാനുള്ളതാണെന്ന്. So one should not waste his life. The comedy in the play reveals the hypocrisy and pretense of upper middle class society. The comedy in the play reveals, it opens up, it shows us, എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? The hypocrisy, കാപട്യമാണ് കാണിച്ചു തരുന്നത്. And pretense എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിനയം, the act of giving a false appearance. ഒരാൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെങ്കിലും മറ്റൊരാളായിട്ട് അഭിനയിക്കുക. That is pretense of upper middle class society. ഒരു മധ്യവർഗത്തിൻ്റെയും ഉപരിവർഗത്തിൻ്റെയും ഒക്കെ ഒരു സ്വഭാവം മിക്കവാറും ഈ കാപട്യം നിറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ആണ് ഈ കോമഡി പറഞ്ഞു വരുന്നത്. Read and enjoy the play and understand how the theme works. So read, enjoy and understand the theme of this play. So let's see who the characters are. One is Helena Ivanovich Popov, a young widow, mistress of a country estate. ഒരു മുതലാളിച്ചയാണ്, വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള കൺട്രി എസ്റ്റേറ്റ്. മീൻസ് എ പ്രോപ്പർട്ടി ഇൻ ദ കൺട്രി സൈഡ് വിത്ത് സറൗണ്ടിങ് കൾട്ടിവേറ്റഡ് ലാൻഡ്, അല്ലെ കൃഷിഭൂമിയൊക്കെയുള്ള വലിയ ഒരു പ്രോപ്പർട്ടിയാണ് കൺട്രി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി വിഡോ ആണ്, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. മറ്റൊരു കഥാപാത്രം ഗ്രിഗറി സ്റ്റെഫാനോവിച്ച് സ്മിർനോവ്, എ പ്രൊപ്പറേറ്റർ ഓഫ് എ കൺട്രി എസ്റ്റേറ്റ്, മറ്റൊരു മുതലാളി. അടുത്തത് ലൂക്ക, സെർവൻ്റ് ഓഫ് മിസ്സിസ് പോപ്പോവ്, പോപ്പോവിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ലൂക്ക. പിന്നെ ഒരു തോട്ടക്കാരൻ, ഗാർഡനറുണ്ട്, ഒരു കോച്ച്മാൻ, വണ്ടിക്കാരൻ, സെവറൽ വർക്ക്മെൻ, കുറേ ലാബറേഴ്സും ഉണ്ട്. ടൈം, ഇപ്പോൾ ഈ നാടകം നടക്കുന്ന സമയം, ഏത് കാലത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ടൈം ഉദ്ദേശിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, അതായത് ഇക്കാലത്തുള്ള സമകാലീനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. സീൻ, എവിടെയാണ് സീന്? എ വെൽ ഫർണിഷ്ഡ് റിസപ്ഷൻ റൂം ഇൻ മിസ്സിസ് പോപ്പോസ് ഹോം. പോപ്പോ എന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ വീട്ടിലെ വെൽ ഫർണിഷ്ഡ് റിസപ്ഷൻ റൂമാണ് അല്ലേ. ഫർണിഷ്ഡ് മീൻസ് equipped with whatever is needed or well arranged. ശരിയായി അറേഞ്ച് ചെയ്ത, വേണ്ട സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്ത സ്ഥലത്തിനെയാണ് വെൽ equipped എന്ന് പറയാം. വെൽ ഫർണിഷ്ഡ് റിസപ്ഷൻ റൂം അല്ലേ, സ്വീകരണ മുറിയാണ്. മിസ്സിസ് പോപ്പോവിൻ്റെ വീടാണ്. മിസ്സിസ് പോപ്പോവ് ഈസ് ഡിസ്കവേർഡ് ഇൻ ഡീപ്പ് മോർണിംഗ്. അവരുടെ മാനസികാവസ്ഥയാണ് പറയുന്നത്. ഷീ ഈസ് ഇൻ മോർണിംഗ്. ഇൻ മോർണിംഗ് മീൻസ് ഇൻ എക്സ്ട്രീം സോറോ ഓർ എക്സ്പ്രസിങ് എക്സ്ട്രീം സോറോ, പെർട്ടിക്കുലർലി ബൈ ദ ഡെത്ത് ഓഫ് സംവൺ, അല്ലെ ആരുടെയെങ്കിലും മരണം കൊണ്ട് വിഷണ്ണയായിരിക്കുന്നതിനെയാണ് ഇൻ മോർണിംഗ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, നമ്മുടെ സാധാരണ മോർണിംഗ് അല്ല, MOURNING. Sitting upon a sofa, gazing steadfastly at the photograph. So she is gazing at a photograph. Gazing means look, steadfastly, firmly. ഒരു ഫോട്ടോയിൽ ഇങ്ങനെ ദൃഷ്ടിയൂന്നി നോക്കുകയാണ്. Gazing steadfastly. She was looking firmly. Her eyes were concentrated on a photograph. ഒരു ഫോട്ടോഗ്രാഫിൽ അങ്ങനെ ദൃഷ്ടിയൂന്നിയിരിക്കുകയാണ്. അവിടെ ആരുമുണ്ട്? ലൂക്കയുമുണ്ട്. ലൂക്ക, ഇറ്റ് ഈസൻ റൈറ്റ് മാം. മാഡം, ദിസ് ഈസ് നോട്ട് റൈറ്റ്. യു ആർ വെയറിങ് യുവർ സെൽഫ് ഔട്ട്. യു ആർ സോ എക്സോസ്റ്റഡ്. യു ആർ സോ ടയേർഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യു ആർ മേക്കിംഗ് യുവർ സെൽഫ് വെരി ടയേർഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലേ. ദ മെയ്ഡ് ആൻഡ് ദ കുക്ക് ഹാവ് ഗോൺ ലുക്കിംഗ് ഫോർ ബെറീസ്. ദ മെയ്ഡ് ആൻഡ് ദ കുക്ക്, അവിടുത്തെ വീട്ടു ജോലിക്കാരിയും അതുപോലെ തന്നെ ദ കുക്ക്, അവിടുത്തെ കുക്കും, ഹാവ് ഗോൺ ലുക്കിംഗ് ഫോർ ബെറീസ്, അവർ ബെറിപ്പഴങ്ങൾ പെറുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എവറിഥിങ് ദാറ്റ് ബ്രീത്സ് ഈസ് എൻജോയിങ് ലൈഫ്. ശ്വസിക്കുന്ന എല്ലാം, ഭൂമിയിലുള്ള എല്ലാ ശ്വസിക്കുന്നവയും ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാത്രം ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. വെൻ എവരിവൺ ഈസ് എൻജോയിങ് ദെയർ ലൈഫ്,
You are here sitting so sad, Mrs. Popov. And I shall never leave it. Why should I? ഞാൻ ഈ കണ്ടീഷനിൽ നിന്ന് മാറാൻ പോകുന്നില്ല. I shall never leave it. So she is not willing to leave something. എന്തോന്ന് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ്. Why should I? എന്തിന് ഞാൻ? My life is over. So my life has been finished. എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. He lies in his grave. അയാൾ അയാളുടെ ശവക്കല്ലറയിൽ കിടക്കുകയാണ്. And I have buried myself within these four walls. ഞാനും എന്നെ അടക്കിയിരിക്കുന്നു. I have buried. Dead body അടക്കം ചെയ്യുന്നതിനെയാണ് bury എന്ന് പറയുന്നത്. So here, our heroine, our main character, Popov, Mrs. Popov, she says she is also buried herself within these four walls. So her life is limited to a particular room, or her life is limited within the four walls of a house. We are both dead. പറയുകയാണ്, ലിറ്ററലി we are both dead. ഞങ്ങൾ രണ്ടുപേരും മരിച്ചിരിക്കുന്നു. അദ്ദേഹം മരിച്ചതിലൂടെ ഞാനും മരിച്ചിരിക്കുകയാണ്. ലൂക്ക, there you are again. ദാ പിന്നെയും തുടങ്ങി. It's too awful. It's too terrible to listen to, so it is. ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഭീതിജനകമായിട്ട് തോന്നുന്നു. It is too terrible. Awful means terrible. To listen to, so it is. ഇങ്ങനെയൊക്കെ പറയുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ പേടി തോന്നുന്നു. നിക്കോള മിഖാലോവിച്ച് ഈസ് ഡെഡ്. ഭർത്താവായിട്ടുള്ള നിക്കോള മരിച്ചിരിക്കുന്നു. It was the will of the Lord. It was the will of the Lord means it was destiny. It was the fate. It was the wish of God. And the Lord has given him eternal peace. ദൈവം അദ്ദേഹത്തിന് eternal peace കൊടുത്തിരിക്കുന്നു. ശാശ്വതമായ സമാധാനം നൽകിയിരിക്കുന്നു. You have grieved over it and that ought to be enough. നിങ്ങൾ അതിൽ ഒരുപാട് ദുഃഖിക്കുകയും ചെയ്തിരിക്കുന്നു. ഗ്രീവ്ഡ് അല്ലെ, ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നു. ഓവർ ഇറ്റ്, അതിന്മേൽ, ഭർത്താവ് മരിച്ചതിനാൽ ഒരുപാട് ദുഃഖിതയായിരിക്കുന്നു. ആൻഡ് ദാറ്റ് ought to be enough. അത് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ, ഇറ്റ് ഈസ് ടു ബി ഇനഫ്. നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചല്ലോ, അത് തന്നെ ധാരാളമാണ്. Now it's time to stop. അതെല്ലാം നിർത്തേണ്ട സമയം ആയിരിക്കുന്നു. He sighs. അങ്ങനെ നമ്മുടെ ലൂക്ക സെർവന്റ് ഒരു ദീർഘനിശ്വാസം വിടുകയാണ്, സൈ ചെയ്യുകയാണ്. Oh my dear madam, young and pretty as you are. നിങ്ങൾ ഇപ്പോഴും എന്ത് തന്നെയാണ്, യങ് ആണ്, അതുപോലെ തന്നെ കാണാൻ സുന്ദരിയുമാണ്. You are beautiful as you are. If you would only let your spirit sleep. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. You must awaken yourself. You must come back to your spirits. പഴയ സ്പിരിറ്റ് എല്ലാം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. Beauty can't last forever. Now you are young and beautiful, but it can't be last forever. അത് എന്നേക്കും നിലനിൽക്കുകയില്ല. When 10 short years are over, you will be glad enough to go out a bit and meet the officers. And then it will be too late. ഒരു ചെറിയ 10 വർഷം കൂടി കടന്നു പോയി കഴിഞ്ഞാൽ you will be glad enough to go out. നിങ്ങൾക്ക് പുറത്തു പോകാൻ വളരെ സന്തോഷം തോന്നും. And meet the officers. മറ്റാളുകളെ കാണാനും ഓഫീസേഴ്സിനെ കാണാനും. ആൻഡ് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിയിരിക്കും. പിന്നെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്നേക്കാം, പുറത്തു പോയേക്കാം, മറ്റുള്ളവരെ കണ്ടേക്കാം. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരുപക്ഷെ മാഞ്ഞു പോയേക്കാം, ഒരുപാട് സമയം വൈകി പോയേക്കാം എന്നാണ്. മിസ്സിസ് പോപ്പോവ് റെസല്യൂട്ട്ലി വിത്ത് റെസല്യൂഷൻ, ഉറച്ച ശബ്ദത്തോടുകൂടി പറയുകയാണ്. Please don't speak of these things again. Don't speak so. You know very well that since the death of Nikolai Mikhailovich, my life is absolutely nothing to me. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി എൻ്റെ ജീവിതം absolutely means completely nothing to me. തീരെ മൂല്യമില്ലാത്തതായിരിക്കുന്നു. You think I live, but it only seems so. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്, പക്ഷേ അങ്ങനെ കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ മരിച്ചവളാണ്. Do you understand? Oh, that his departed soul may see how I love him. I know, it's no secret to you. He was often unjust to me, cruel, and he wasn't faithful. Mrs. Popo continues. എന്താണ് പോപ്പോ പറയുന്നത്? That his departed soul, വേർപെട്ടുപോയ അയാളുടെ ആത്മാവ്, നിക്കോളയുടെ ആത്മാവ്, may see, കാണുന്നുണ്ടാകും, how I love him, ഞാൻ അദ്ദേഹത്തെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഐ നോ ഇറ്റ്സ് നോ സീക്രറ്റ് ടു യു. എനിക്കറിയാം, നിനക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന്. ഇറ്റ്സ് നോട്ട് സീക്രറ്റ് ടു യു. നിനക്കും അതൊരു രഹസ്യമായിരുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഐ നോ ദാറ്റ് യു ടു നോ അബൌട്ട് മൈ ലവ് ടുവേർഡ്സ് ഹിം. ഹി വാസ് ഓഫൻ അൺജസ്റ്റ് ടു മീ. പലപ്പോഴും അദ്ദേഹം എന്നോട് നീതിവാനായിരുന്നില്ല. ജസ്റ്റ് മീൻസ് ടു ഷോ ജസ്റ്റിസ് എന്നാണ് അർത്ഥം അല്ലേ, നീതി കാണിക്കുക. അൺജസ്റ്റ് ജസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം അദ്ദേഹം തന്നോട്
അത്ര നീതിയൊന്നുമല്ല കാണിച്ചത് ജീവിതത്തിൽ. മാത്രവുമല്ല ഹി വാസ് ക്രൂവൽ, അല്ലേ, ക്രൂരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഫെയ്ത്ത്ഫുൾ, എന്നോട് സത്യസന്ധത പുലർത്തിയിട്ടുമില്ല. ബട്ട് ഐ ഷോൾ ബി ഫെയ്ത്ത്ഫുൾ ടു ദ ഗേവ് ആൻഡ് പ്രൂവ് ടു ഹിം ഹൗ ഐ ക്യാൻ ലവ്. ബട്ട് ഐ ഷാൾ ബി ഫെയ്ത്ത്ഫുൾ, എന്തൊക്കെയായാലും ശരി ഞാൻ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയോട് പോലും എന്തായിരിക്കും, ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, സത്യസന്ധയായിരിക്കും. ആൻഡ് പ്രൂഫ്, ഞാൻ തെളിയിക്കും. ആരോടാ തെളിയിക്കുക? ടു ഹിം ഹൗ ഐ ക്യാൻ ലവ്, എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. ദർ ഇൻ ദ ബിയോണ്ട്, അവിടെ, ഇൻ ദ ബിയോണ്ട് മീൻസ് ഇൻ ഹെവൻ, അല്ലേ, ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എന്നാണ്. അതായത് ഈ ലോകത്തല്ല, പരലോകത്ത്. ഇൻ ദ ബിയോണ്ട്, ബി നോക്കൂ, ക്യാപിറ്റൽ ലെറ്ററിലാണ്. സോ ഇൻ ഹെവൻ ഹി വിൽ ഫൈൻഡ് മീ ദ സെയിം ആസ് ഐ വാസ് അൻറ്റിൽ ഹിസ് ഡെത്ത്. പരലോകത്തിരുന്ന് അയാൾ കാണും എന്ത്? ഹി വിൽ ഫൈൻഡ് മീ ദ സെയിം ആസ് ഐ വാസ് അൻറ്റിൽ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് അങ്ങോട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. അദ്ദേഹം മരിച്ചിട്ട് പോലും താൻ അദ്ദേഹത്തോട് ഫെയ്ത്ത്ഫുൾ ആയിരുന്നു എന്നെനിക്ക് തെളിയിക്കണം. Luka, what's the use of all these words when you would so much rather go walking in the garden or order Toby or Willigan harness to the trap and visit the neighbors? അപ്പം ലൂക്ക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ, വാട്ട്സ് ദ യൂസ് ഓഫ് ഓൾ ദീസ് വേർഡ്സ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ വാക്കുകളുടെയൊക്കെ ആവശ്യകത എന്താണ്? വെൻ യു വുഡ് സോ മച്ച് റാദർ, വുഡ് റാദർ മീൻസ് വുഡ് ലൈക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് ആഗ്രഹമുണ്ടല്ലോ, അല്ലേ. വെൻ യു വുഡ് സോ മച്ച് റാദർ ഗോ വാക്കിംഗ് ഇൻ ദ ഗാർഡൻ, ഗാർഡനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ടോബി ഓർ വെലിഖൻ ഹാർനസ് ടു ദ ട്രാപ്പ്. ടോബി, വെലിഖൻ അവിടെയുള്ള കുതിരകളുടെ പേരാണ്, ഹോഴ്സസ് ആണല്ലേ, ടോബിയും വെലിഖനും. അവറ്റെയൊക്കെ ഹാർനസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ കടിഞ്ഞാണിട്ടിട്ട് ടു ദ ട്രാപ്പ് എന്നാണ്. ട്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്യാരേജാണ്, അതായത് വണ്ടി. ആ വണ്ടിയിൽ കുതിരകളെ കെട്ടിയിട്ട് യാത്ര ചെയ്യാനോ അതുപോലെ ഗാർഡനിലൂടെ നടക്കാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? അങ്ങനെ കുതിരവണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാം. ആൻഡ് വിസിറ്റ് ദ നെയ്ബേഴ്സ്, അതുപോലെ തന്നെ നെയ്ബേഴ്സിനെ വിസിറ്റ് ചെയ്യാനും താങ്കൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ആഗ്രഹമുള്ളത് ആളല്ലേ താങ്കൾ എന്ന് ചോദിക്കുന്നു ലൂക്ക. അപ്പോൾ മിസ്സിസ് പോപ്പോ മറുപടി എന്താണ് പറയുന്നത് നോക്കാം. ഹി ലവ് ടോബി സോ മച്ച്. ആ കുതിരയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു തൻ്റെ ഭർത്താവ്. വാട്ട് എ വണ്ടർഫുൾ ഹോഴ്സ്മാൻ ഹി വാസ്. He was a wonderful horseman. That is, my husband was a wonderful horseman. നന്നായിട്ട് കുതിരയെ ഓടിക്കുന്ന ആളാണ്. How fine he looked when he pulled at the reins with all his might. കാണാൻ ഉഷാറായിരുന്നു, അല്ലേ. He was fine when he pulled at the reins. അദ്ദേഹം അങ്ങനെ കടിഞ്ഞാണ് വലിക്കുമ്പോൾ, റെയിൻ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് എന്നാണ്. കടിഞ്ഞാണ് അങ്ങനെ പുള്ള് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിത്ത് ഓൾ ഹിസ് മൈറ്റ് എന്ന്, അദ്ദേഹത്തിൻ്റെ സർവ്വശക്തിയും എടുത്ത് കടിഞ്ഞാണ് അങ്ങനെ വലിക്കുന്ന സമയത്ത്, ഹോഴ്സ് റൈഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വളരെ രസമായിരുന്നു. ടോബി പെട്ടെന്ന് തന്നെ ഓർക്കുകയാണ്. ടോബി ഗീവ് ഹിം ആൻ എക്സ്ട്രാ മെഷർ ഓഫ് ഓട്സ് ടുഡേ. ഇന്ന് എന്ത് ചെയ്യുക? ടോബിക്ക് കുറച്ചധികം ഓട്സ് കൊടുക്കൂ എന്ന് കൽപ്പിക്കുകയാണ് മിസ്സിസ് പോപ്പോവ്. എ ബെൽ റിങ്സ് ലൗഡ്ലി. ആരാണ് ബെല്ലടിക്കുന്നത്? മിസ്സിസ് പോപ്പോവ്. ഷഡേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടുകയാണ്. വാട്ട്സ് ദാറ്റ്? ഐ ആം അറ്റ് ഹോം ടു നോ വൺ. മിസ്സിസ് പോപ്പോവിന് തീരെ സഹിക്കുന്നില്ല, അല്ലേ. എന്താണത്? ഐ ആം അറ്റ് ഹോം ടു നോ വൺ മീൻസ് ഐ ഡോണ്ട് വാണ്ട് ടു സീ എനി വൺ ഹിയർ. ആരും ഇങ്ങോട്ട് എന്നെ വന്ന് കാണുന്നത് ഇഷ്ടമല്ല. ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലുണ്ട്. ടു നോ വൺ മീൻസ് ഐ എം നോട്ട് റെഡി ടു മീറ്റ് എനി വൺ. ലൂക്ക, യെസ് മാം. ഇപ്പോൾ വന്ന ആളോട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മിസ്സിസ് പോപ്പോ ലൂക്കയോട് അങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഹി ഗോസ് ഔട്ട് സെൻറ്റർ, അങ്ങനെ സെൻറ്ററിലൂടെ അയാൾ പുറത്തേക്ക് പോകുന്നു. മിസ്സിസ് പോപ്പോ ഗേസിങ് അറ്റ് ദ ഫോട്ടോഗ്രാഫ്, ഇപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോഗ്രാഫിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്നു. യു ഷോൾ സീ നിക്കോള ഹൗ ഐ ക്യാൻ ലവ് ആൻഡ് ഫർഗീവ്. നിനക്ക് കാണാമല്ലോ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന്, നിങ്ങളുടെ മോശമായ പ്രവൃത്തികൾക്കെല്ലാം മാപ്പ് നൽകിയത് എന്ന് നീ കാണുന്നില്ലേ? മൈ ലവ് വിൽ ഡൈ ഓൺലി വിത്ത് മീ. എൻ്റെ സ്നേഹം എന്നോട് കൂടി മാത്രമേ മരിക്കുകയുള്ളൂ. വെൻ മൈ പുവർ ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. വെൻ ഐ ഡൈ, വെൻ മൈ ഹാർട്ട് സ്റ്റോപ്പ് ബീറ്റിംഗ്. എൻ്റെ ഹൃദയം നിലയ്ക്കുന്നത് വരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഷീ സ്മൈൽസ് ത്രൂ ഹർ ടീയേഴ്സ്. അവർ ചിരിക്കുകയാണ്
കണ്ണുനീരിലൂടെ ചിരിക്കുന്നു. ലൂക്ക എൻറ്റേഴ്സ് ഇൻ ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്. അവിടേക്ക് ലൂക്ക വെപ്രാളത്തോടുകൂടി വരികയാണ്. ലൂക്ക, ഓ മാം, someone is asking for you, we insist on seeing you. Madam, somebody is there who says that he must see you. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. ഇൻസിസ്റ്റ് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുക എന്നാണ് അർത്ഥം. There is someone who wants to see you. He says he won't go from there without seeing you. നിങ്ങളെ കാണാതെ പോകില്ല എന്നാണ് പറയുന്നത്. മിസ്സിസ് പോപ്പോവ്, you told him that since my husband's death I receive no one. അവനോട് അങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷം ഞാൻ ആരെയും ഇങ്ങോട്ട് വരുത്തിയിട്ടില്ല, ആരെയും കാണാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ലൂക്ക, ഐ ടോൾഡ് ഹിം ദാറ്റ്. ഞാൻ അവനോട് പറഞ്ഞു, ബട്ട് ഹീ ഈസ് എ വൈൽഡ് മാൻ. ഒരു വല്ലാത്ത പരിക്കനായ മനുഷ്യനാണ്. ഹീ സ്വോർ, മൂപ്പര് പ്രാഗി അല്ലെങ്കിൽ ശപിച്ചു. ആൻഡ് പുഷ്ഡ് ഹിംസെൽഫ് ഇൻ ടു ദ റൂം. ഇവിടെ അകത്തേക്ക് ഇടിച്ചു കയറി വന്നിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ പെരുവിറുതുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വന്നിട്ടുണ്ട്. ഹീ ഈസ് ഇൻ ദ ഡൈനിങ് റൂം നൗ. മൂപ്പരതാ ഉള്ളിൽ കയറിയിരിക്കണു. ലൂക്ക ഗെറ്റ്സ് ഔട്ട് സെൻറ്റർ. ലൂക്ക ഗോസ് ഔട്ട് സെൻറ്റർ. അങ്ങനെ പുറത്തേക്ക് പോകുന്നു ലൂക്ക. സ്മിർനോ എൻറ്റേഴ്സ് ഫോളോഡ് ബൈ ലൂക്ക. അങ്ങനെ സ്മിർനോ വരികയാണ്. സ്മിർനോ എൻറ്റേഴ്സ് ഫോളോഡ് ബൈ ലൂക്ക. ലൂക്ക പിന്നിലും. സ്മിർനോ ടു ലൂക്ക. ഫൂൾ, യു മേക്ക് ടു മച്ച് നോയ്സ്. ഇവിടെ വിഡ്ഢി, താൻ കുറേ ഒച്ചയിടുന്നുണ്ടല്ലോ. യു ആർ ആൻ ആസ്. ഒരു തെറി വിളിക്കണത് പോലെ അല്ലേ. ഡിസ്കവറിങ് മിസ്സിസ് പോപ്പോവ് പൊളൈറ്റ്ലി. അങ്ങനെ പിന്നെ മിസ്സിസ് പോപ്പോവിനോട് വളരെ വിനീതമായിട്ട് പറയുകയാണ്, മാഡം, ഐ ഹാവ് ദ ഓണർ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര്, ഐ ആം ലെഫ്റ്റനൻറ്റ് ഇൻ ദ ആർട്ടിലറി. പീരങ്കി പട്ടാളത്തിൽ ഞാൻ ലെഫ്റ്റനൻ്റ് ആയിരുന്നു. റിട്ടയേർഡ് കൺട്രി ജെന്റിൽമാൻ ഗ്രിഗറി സ്റ്റെപ്പനോവിച്ച് സ്മിർനോവ്. അതാണ് എൻ്റെ പേര്. ഐ ആം കമ്പൽഡ് ടു ബോദർ യു about an exceedingly important matter. I am here to acknowledge you an important matter. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. I am compelled to bother you means I am forced to be here to say to you an important, exceedingly എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാണ് അർത്ഥം. Very much important matter. മിസ്സിസ് പോപ്പോ വിതൗട്ട് ഓഫറിങ് ഹെർ ഹാൻഡ്. അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് പറയാണ്, വാട്ട്സ് ഇറ്റ് യു വിഷ്? എന്താണത്? സ്മിർനോ പറയുന്നു, യുവർ ഡിസീസ്ഡ് ഹസ്ബൻഡ്. സോ യു നോട്ടീസ് ദ സ്പെല്ലിംഗ്, ഡിസീസ്ഡ്, DECEASED. അതിൻ്റെ അർത്ഥം ഡെഡ് എന്നാണ് അർത്ഥം, മരിച്ച എന്നാണ്. നിങ്ങളുടെ ആ മരിച്ച ഹസ്ബൻഡ് ഉണ്ടല്ലോ, വിത്ത് ഹൂം ഐ ഹാഡ് ദ ഓണർ ടു ബി അക്വൈൻറ്റഡ്. എൻ്റെ സുഹൃത്തായിരുന്ന, അല്ലെങ്കിൽ ആരോടാണോ താൻ സുഹൃത്തായിരുന്നതിൽ അഭിമാനിച്ചത്, ആ സുഹൃത്ത് ലെഫ്റ്റ് മീ 2 നോട്ട്സ് amounting to about 1200 rubles. കുറച്ച് പൈസയുടെ ഇടപാടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ലെഫ്റ്റ് മീ 2 നോട്ട്സ്. എനിക്ക് നോട്ട്സ് ഉദ്ദേശിക്കുന്നത് എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏതാണ്ട് 1200 റൂബിൾസ് മതിക്കുന്ന 2 എഗ്രിമെൻറ്റുകൾ എനിക്ക് വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് അല്ലേ. ഇൻ ആസ് മച്ച് ആസ് ഐ ഹാവ് ടു പേ ദ ഇൻട്രസ്റ്റ് ടുമോറോ ഓൺ എ ലോൺ ഫ്രം ദ അഗ്രേറിയൻ ബാങ്ക്, I should like to request, madam, that you pay me the money today. In as much as I have to pay the interest tomorrow. എനിക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതിൻ്റെ ഇൻട്രസ്റ്റ് നാളെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഓൺ എ ലോൺ ഫ്രം ദ അഗ്രേറിയൻ ബാങ്ക്. അഗ്രേറിയൻ ബാങ്കിൽ നിന്നെടുത്ത ലോണ്. ഐ ഷുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്, മാഡം, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദാറ്റ് യു പേ മീ ദ എമൗണ്ട് ടുഡേ. ഇന്ന് തന്നെ പൈസ തരണം, എനിക്ക് ലോൺ അടയ്ക്കാനുള്ളതാണ്, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടായിരുന്നു അല്ലേ. മിസ്സിസ് പോപ്പോ, 1200? And for what was my husband indebted to you? എന്തിനാണ് ഇത്രയും പൈസ എൻ്റെ ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയത്? ഇൻഡെപ്റ്റഡ്, കടപ്പെടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും പൈസയ്ക്ക് എൻ്റെ ഭർത്താവ് നിങ്ങളോട് എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത്? സ്മിർനോ പറയുന്നത്, ഹി ബോട്ട് ഓട്സ് ഫ്രം മീ. എൻ്റെ അടുത്ത് നോട്ട്സ് വാങ്ങിയതാണ്. മിസ്സിസ് പോപ്പോ വിത്ത് എ സൈ ടു ലുക്ക. വിത്ത് എ സൈ ടു ലൂക്ക, ഒരു നെടുവീർപ്പോടുകൂടി. എന്നിട്ട് ലൂക്കയോട് തിരിഞ്ഞു പറയുകയാണ്, സെർവൻറ്റിനോട്, ഡോണ്ട് ഫർഗെറ്റ് ടു ഗീവ് ടോബി ആൻ എക്സ്ട്രാ മെഷർ ഓഫ് ഓട്സ്. നേരത്തെ പറഞ്ഞ കാര്യം, ടോബിക്ക് ഇന്ന് കുറച്ച് അധികം ഓട്സ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ലൂക്ക ഗോസ് ഔട്ട്. ഇപ്പം എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അല്ലേ നമ്മുടെ മിസ്സിസ് പോപ്പോയ്ക്ക്
ടോബിയോട്. ഭർത്താവിന് ടോബിയെ വളരെ ഇഷ്ടമായിരുന്നു. ആ ഒരു സ്നേഹം മിസ്സിസ് പോപ്പോവിനുമുണ്ട്. മിസ്സിസ് പോപ്പോ ടു സ്മിർനോവ്. സ്മിർനോവോട് പറയുകയാണ്, ഇഫ് നിക്കോളായ് മിഖായിലോവിച്ച് ഈസ് ഇൻഡെപ്റ്റഡ് ടു യു, ഐ ഷാൽ ഓഫ് കോഴ്സ് പേ യു. എൻ്റെ ഭർത്താവ് നിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് പേ യു, നിങ്ങൾക്കത് തിരിച്ചു തരും. ബട്ട് ഐ എം സോറി, പക്ഷെ ക്ഷമിക്കണം, ഐ ഹാവ് ഇൻ ദ മണി ടുഡേ ഐ ഹാവ് നോ മണി വിത്ത് മീ, എൻ്റെ കയ്യിലില്ല. ടുമാറോ മൈ മാനേജർ വിൽ റിട്ടേൺ ഫ്രം ദ സിറ്റി. നാളെ എൻ്റെ മാനേജർ വരും സിറ്റിയിൽ നിന്ന്. ആൻഡ് ഐ ഷോൾ നോട്ടിഫൈ ഹിം, ഞാൻ മൂപ്പരെ അറിയിക്കാം. ഐ വിൽ ഇൻഫോം ഹിം ടു പേ യു, നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി. വാട്ട് ഈസ് ഡ്യൂ യു, നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പൈസ അയാൾ തന്നോളും. ബട്ട് അൺടിൽ ദെൻ ഐ കനോട്ട് സാറ്റിസ്ഫൈ യുവർ റിക്വസ്റ്റ്. അതുവരെ ഐ കാൺട്ട് ഫുൾഫിൽ യുവർ റിക്വസ്റ്റ്. നിങ്ങളുടെ അപേക്ഷയെ പരിഗണിക്കാൻ എനിക്ക് സാധിക്കില്ല, തൃപ്തിപ്പെടുത്താൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഫർദർ മോർ, അത് കൂടാതെ ടുഡേ ഈസ് ജസ്റ്റ് 7 months സിൻസ് ദ ഡെത്ത് ഓഫ് മൈ ഹസ്ബൻഡ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാറുണ്ട്. ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇന്നേക്ക് 7 മാസമാവുകയാണ്. 7 മാസമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്. ആൻഡ് ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ഡിസ്കസ് മണി മാറ്റേഴ്സ്. 7 മാസമായിട്ടുള്ളൂ, അതുകൊണ്ട് പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനുള്ളൊരു മൂഡ് എനിക്കില്ല. സ്മിർനോവ്, ഐ ഡിഡ് നോട്ട് കം ടു സീ ദ മാനേജർ. ഞാൻ മാനേജറെ കാണാനൊന്നും കൂടി വന്നതല്ല. ഐ കെയിം ടു സീ യു, നിങ്ങളെ കാണാൻ. വാട്ട് ദ ഡെവിൾ, എന്തൊരു പ്രായം കൊണ്ട് വരികയാണ്. പാർഡൺ ദ ലാംഗ്വേജ്, എൻ്റെ ഭാഷയെ ക്ഷമിക്കണം അല്ലേ, എൻ്റെ ഭാഷ കുറച്ച് മോശമാണ്. ഡു ഐ കെയർ ഫോർ യുവർ മാനേജർ. ഞങ്ങൾ മാനേജറെ എന്തിനാണ് മൈൻഡ് ചെയ്യണത് അല്ലേ? നിങ്ങളുടെ ഭർത്താവാണ് എൻ്റെ അടുത്ത് പൈസ വാങ്ങിയത്, നിങ്ങളുടെ നിന്ന് അത് വാങ്ങാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എന്ത് മാനേജർ അതിൻ്റെ ഇടയ്ക്ക്? മിസ്സിസ് പോപ്പോ, റിയലി സർ, ഐ എം നോട്ട് യൂസ് ടു സച്ച് ലാംഗ്വേജ് ഓർ സച്ച് മാനേഴ്സ്. പറയുന്നത് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടെന്നുള്ള രീതിയിലാണ്. ഐ ആം നോട്ട് യൂസ് ടു മീൻസ് ഐ ആം നോട്ട് അക്വൈൻറ്റഡ് വിത്ത്. എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെമിലിയർ ടു മീ. എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് എന്ത് സച്ച് ലാംഗ്വേജ്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ച രീതിയിലുള്ള ഭാഷ. ആൻഡ് സച്ച് മാനേഴ്സ്, ഈ ഒരു പ്രകൃതവും. ഐ ഷാൺ ലിസൺ മീൻസ് ഐ ഷാൾ നോട്ട് ലിസൺ ടു യു എനി ഫർദർ. എനിക്കിനി നിങ്ങളെ ശ്രദ്ധിക്കാൻ വയ്യ, നിങ്ങളുടെ വാക്കിനി കേൾക്കാൻ വയ്യ. ഷീ ഗോസ് ഔട്ട്, ലെഫ്റ്റ്, പുറത്തേക്ക് പോവുകയാണ്. സ്മിർനോവ്, വാട്ട് ക്യാൻ വൺ സേ ടു ദാറ്റ്? മൂഡ്സ് ആണത്രേ, പൈസ തരാൻ മനസ്സില്ലെന്ന്. എന്തു പറയും പിന്നെ? 7 months സിൻസ് ഹർ ഹസ്ബൻഡ് ഡൈഡ്. 7 മാസമായി ഭർത്താവ് മരിച്ചിട്ടത്രേ. സോ ഐ ഹാവ് ടു പേ ദ ഇൻട്രസ്റ്റ് ഓർ നോട്ട്. അദ്ദേഹം മരിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? ദ ഹസ്ബൻഡ് ഈസ് ഡെഡ് ആൻഡ് ഓൾ ദാറ്റ്. മരിച്ചു, അത്ര തന്നെ. ദ മാനേജർ ഈസ് ദ ഡെവിൾ വിത്ത് ഹിം. അവനോട് പോകാൻ പറ. ട്രാവലിംഗ് സംവെയർ, എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. മാനേജറാണത്രേ. നൗ വാട്ട് ആം ഐ ടു ഡു? ഞാൻ എന്ത് ചെയ്യണം? ഷാൾ ഐ റൺ അവേ ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഇൻ എ ബലൂൺ? ഒരു ബലൂണിൽ കയറിയിട്ട് എനിക്ക് കടം തന്ന ആളുകൾ വരുമ്പോൾ ഞാൻ ബലൂണിൽ കയറി രക്ഷപ്പെടണോ, ഓടണോ? ഹി കോൾസ് ഔട്ട്, ഉറക്കെ വിളിക്കുകയാണ്. സെർവൻറ്റ്! ലൂക്ക എൻറ്റേഴ്സ്. വാട്ട്സ് ഇറ്റ് യു വിഷ്? എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഗെറ്റ് ഫ്രം മീ? സ്മിർനോവ്, ബ്രിങ് മീ സം മോർ വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ, കുറച്ചുകൂടി. ലൂക്ക ഗോസ് ഔട്ട്. വെൽ, what can we? A fellow stands in the knife at his throat. He needs money. He is on the point of hanging himself and he won't pay because she is in the mood to discuss money matters. സ്മിർനോ ഒറ്റയ്ക്കിരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്, പെറുപിറുക്കുകയാണ്. എന്ത്? വെൽ, വാട്ട് ക്യാൻ വി? നമുക്കെന്തിന് കഴിയും? എ ഫെലോ സ്റ്റാൻഡ്സ് വിത്ത് ദ നൈഫ് അറ്റ് ഹിസ് ത്രോട്ട്. ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നല്ലേ, കഴുത്ത് എന്നാണ് അർത്ഥം. കഴുത്തിന്റെ സൈഡിൽ കത്തിയുമായിട്ട് ഒരാൾ അങ്ങനെ നിൽക്കുകയാണ്. ഹീ നീഡ്സ് മണി. അവന് പൈസയാണ് ആവശ്യം. ആ കത്തി പിടിച്ച് നിൽക്കുന്ന ആൾക്ക് പൈസയാണ് ആവശ്യം. ഹീ ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് ഹാങ്ങിങ് ഹിംസെൽഫ്. മൂപ്പര് തൂങ്ങിച്ചാവേണ്ട അവസ്ഥയിലാണ്. ആൻഡ് ഷീ വോണ്ട് പേ ബിക്കോസ് ഷീ ഈസ് ഇൻ ദ മൂഡ് ടു ഡിസ്കസ് മണി മാറ്റേഴ്സ്. അപ്പോഴാണ് അവൾ പറയുന്നത് എന്ത്? പൈസയുടെ കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള മൂഡില്ലത്രേ. ഒരാളിങ്ങനെ ചാവാൻ തുനിഞ്ഞ് നിൽക്കണ പോലെ അല്ലേ, പൈസ ഇല്ലാതെ ഇടങ്ങാറായി ചാവാൻ തുനിഞ്ഞ് നിൽക്കുമ്പോൾ പറയണം പൈസയുടെ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള മൂഡില്ല. വിമൻസ് ലോജിക്, പെൺബുദ്ധി. ദാറ്റ്സ് വൈ ഐ നെവർ ലൈക്ക് ടു ടോക്ക് ടു വുമൻ. സ്ത്രീ വിരുദ്ധമാണെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത്. ആൻഡ് വൈ ഐ ഡിസ്ലൈക്ക് ഡൂയിങ് ഇറ്റ് നൗ. ഇപ്പോഴും എനിക്കതിനില്ല. ഐ വുഡ് റാദർ സിറ്റ് ഓൺ എ പൗഡർ ബാരൽ ദാൻ ടോക്ക് വിത്ത് എ വുമൻ. ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിനേക്കാൾ
ഐ വുഡ് റാദർ മീൻസ് ഐ വുഡ് ലൈക്ക് ടു. എനിക്കിഷ്ടം എന്തിനാണ്? സിറ്റ് ഓൺ എ പൗഡർ ബാരൽ. പൗഡർ ബാരൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഗൺ പൗഡർ ബാരലിൻ്റെ മുകളിലിരിക്കാനാണ് അല്ലേ? അല്ലെങ്കിൽ അപകടകരമായ മറ്റൊരു വസ്തുവിൻ്റെ മുകളിലിരിക്കാനാണ് ഇഷ്ടം. സ്ത്രീകളുടെ അത്ര അപകടം വേറെ ഒന്നുമില്ല എന്നാണ് ഇവൻ പറയുന്നത്. എൻ്റെ ലൂക്ക ഹാൻഡ്സ് വിത്ത് വാട്ടർ. ലൂക്ക അവിടേക്ക് പ്രവേശിക്കുന്നു. ലൂക്ക ഹാൻഡ്സ് ഇൻ വാട്ടർ. വെള്ളം കൊടുക്കുന്നു. മാഡം ഈസ് ഇൽ ആൻഡ് ഈസ് നോട്ട് റിസീവിങ്. മാഡത്തിന് സുഖമില്ല ആൻഡ് ഈസ് നോട്ട് റിസീവിങ്. പുള്ളിക്കാരി ആരെയും കാണാൻ റെഡിയുമല്ല. ഷീ ഈസ് നോട്ട് റെഡി ടു റിസീവ് എനിബഡി ഹിയർ. മിസ്സിസ് പോപ്പോ കംസ് വിത്ത് ഡൗൺകാസ്റ്റ് ഐസ്. താഴോട്ടെറിഞ്ഞ കണ്ണുകളുമായി എന്ന് വെച്ചാൽ കണ്ണുകൾ താഴോട്ടാക്കിക്കൊണ്ട് മിസ്സിസ് പോപ്പോ അവിടേക്ക് വരികയാണ്. മിസ്സിസ് പോപ്പോ, സർ, ഇൻ മൈ സോളിറ്റ്യൂഡ് I have become unaccustomed to the human voice and I cannot stand the sound of loud talking. സാറേ, വന്ന ആളെ വിളിക്കുകയാണ് മിസ്സിസ് പോപ്പോ. നമ്മുടെ സ്മിർനോവിനോട് സംസാരിക്കുകയാണ്. ഇൻ മൈ സോളിറ്റ്യൂഡ് ഏകാന്തത, ലോൺലിനെസ്. I have become unaccustomed, unusual, uncommon. എനിക്കിപ്പോൾ പരിചിതമല്ല to the human voice. അല്ലേ? I am not unaccustomed to the human voice. എനിക്കിപ്പോൾ കുറച്ചു കാലമായിട്ട് മനുഷ്യ ശബ്ദത്തിനോട് വലിയ പരിചയമില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പുറത്തെ ആളുകളുടെ ശബ്ദമൊന്നും കേൾക്കാറില്ല. ആൻഡ് ഐ കനോട്ട് സ്റ്റാൻഡ് ദ സൗണ്ട് ഓഫ് ലൗഡ് ടോക്കിംഗ്. ഐ കനോട്ട് ബെയർ. എനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. എന്ത്? ദ സൗണ്ട് ഓഫ് ലൗഡ് ടോക്കിംഗ്. ഉറക്കെ സംസാരിക്കുന്നത് സഹിക്കാൻ പ്രയാസമാണ്. ഐ ബെഗ് യു. ഞാൻ യാചിക്കുന്നു. പ്ലീസ് ടു സീസ് ഡിസ്റ്റർബിങ് മൈ റെസ്റ്റ്. എൻ്റെ ഈ വിശ്രമത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിർത്തൂ. സീസ്, CEASE, സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. സ്മിർനോ, പേ മീ മൈ മണി ആൻഡ് ഐ വിൽ ലീവ്. പൈസ താ, ഞാൻ പോകാം. മിസ്സിസ് പോപ്പോ, യു ഹാവ് നോ ഐഡിയ ഹൗ ടു ട്രീറ്റ് എ ലേഡി. നിങ്ങൾക്കറിയില്ല അല്ലേ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന്. സ്മിർനോ, ഓ യെസ് ഐ ഹാവ്. എനിക്കറിയാം. മിസ്സിസ് പോപ്പോ, നോ യു ഹാവ് നോട്ട്. യു ആർ അറ്റ് ഇൽ ബ്രെഡ് വൾഗർ പേഴ്സൺ. വൃത്തികെട്ട മനുഷ്യൻ. തറവാട്ടി പറഞ്ഞവനൊന്നും അല്ല അല്ലേ? റെസ്പെക്റ്റബിൾ പീപ്പിൾ ഡോണ്ട് സ്പീക്ക് സോ ടു ലേഡീസ്. മാന്യന്മാർ അങ്ങനെ സ്ത്രീകളോട് സംസാരിക്കില്ല. സ്മിർനോ, ഹൗ റിമാർക്കബിൾ. നന്നായിട്ടുണ്ട്. ഹൗ ഡു യു വാണ്ട് ടു സ്പീക്ക് ടു യു. നിങ്ങൾക്ക് എങ്ങനെ ഒരാൾ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ആഗ്രഹം. പാർഡൺ മീ ഫോർ ഹാവിങ് ഡിസ്റ്റർബ് യു. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ പാർഡൺ മീ, എന്നോട് ക്ഷമിക്കണം. വാട്ട് ബ്യൂട്ടിഫുൾ വെദർ വി ആർ ഹാവിങ് ടുഡേ. എത്ര നല്ല കാലാവസ്ഥയാണ് നമുക്കിന്നുള്ളത്. ആൻഡ് ഹൗ ദിസ് മോർണിംഗ് ബിക്കംസ് യു. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? മോർണിംഗ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MOURNING. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വിഷമമുള്ളവരായത്? ആൻഡ് ഹൗ ദിസ് മോർണിംഗ് ബിക്കംസ് യു. യു ആർ എ ട്രാജഡി എന്ന് പറഞ്ഞ പോലെ തന്നെ കാരണം യു ആർ എ മോർണിംഗ് നൗ. ഇനി ഒരു വിലാപമായിട്ട് മാറിയിരിക്കണോ? ഹി മേക്സ് എ ലോബോ വിത്ത് എ മോക്ക് സെറിമണി. ഒരു ആചാരം, സെറിമണി എന്ന് പറഞ്ഞ ആചാരമാണല്ലോ. മോക്ക് സെറിമണി ഒരു കളിയാക്കിയ ആചാരം പോലെ ഒരു മാരിയാക്കിയിട്ട് ഒരു ബോ ചെയ്യുകയാണ് അല്ലേ? ആക്കിക്കൊണ്ടൊരു ബോ. ആളുകളുടെ മുന്നിൽ ഉപചാരപൂർവ്വം തല കുനിക്കുമല്ലോ, അതിനാണ് ബോ എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ അവർ സ്മിർനോ മേക്സ് എ ലോ ബോ ടു മിസ്സിസ് പോപ്പോ. ആക്കിക്കൊണ്ടാണെന്ന് മാത്രം. മിസ്സിസ് പോപ്പോ, ഐ തിങ്ക് ഇറ്റ് വൾഗർ, നോട്ട് അറ്റ് ആൾ ഫണ്ണി. എനിക്ക് തമാശയായിട്ട് തോന്നില്ല. ഇറ്റ് സീംസ് ലൈക്ക് വൾഗർ. ഒരു വൃത്തികെട്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. സ്മിർനോ ഇമിറ്റേറ്റിംഗ് ഹർ, നോട്ട് അറ്റ് ഓൾ ഫണ്ണി, വൾഗർ. ഇപ്പോൾ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. മിസ്സിസ് പോപ്പോ പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ബിഹേവ് ഇൻ ദ കമ്പനി ഓഫ് ലേഡീസ്. സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. മാഡം, in the course of my life I have seen more women than you have sparrows. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. than you have sparrows. എല്ലാതും എങ്ങനെയാണ്? സ്പാരോസ് ആണ്. appearingly tough but not exactly. കണ്ടു കഴിഞ്ഞാൽ ടഫായിട്ട് പരുക്കനായിട്ട് തോന്നുകയും പക്ഷേ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ് എല്ലാവരും. സ്പാരോസ് ആണ്. 3 times have I fought duels for women. 3 പ്രാവശ്യം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്യുവൽ ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ടുണ്ട്, അവിടേക്കോ തല്ലുകൂടിയിട്ടുണ്ട്. 12 I jilted and 9 jilted me. 12 പേരെ ഞാൻ പ്രേമവഞ്ചന നടത്തിയിരുന്നു. ജിൽറ്റി എന്ന് വെച്ചാൽ ഡിസീവ് ബൈ ആക്ടിങ് ലവ്, സ്നേഹം നടിച്ച് വഞ്ചിക്കുക, പ്രേമവഞ്ചന നടത്തുക. ആൻഡ് 9 jilted me. 9 ആൾക്കാർ ഇന്നേം പറ്റിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് സ്പീക്കിംഗ് ഓഫ് പ്രസന്റ് കമ്പനി. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പം എൻ്റെ കൂടെയുള്ള ആളെ കുറിച്ചല്ല, അപ്പം മൊത്തം 10 അല്ലേ. ബട്ട് ഓഫ് വിമൻ ഇൻ ജനറൽ, പൊതുവായിട്ട് പറയുകയാണ്.
സ്ത്രീകളെല്ലാം സ്പാരോസിനെ പോലെയാണ്. സ്പാരോ എന്ന് പറഞ്ഞാൽ ഇതാ നേരത്തെ പറഞ്ഞല്ലോ, അപ്പിയറിംഗ്ലി ടഫ് ബട്ട് നോട്ട് എക്സാക്ട്ലി. ഫ്രം ദ ടൈനിയസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും ചെറിയ ആളുകൾ മുതൽ ഏറ്റവും വലിയതുവരെ, ദേ ആർ കൺസീറ്റഡ്, ഹിപ്പോക്രിറ്റിക്കൽ, ചാറ്ററിങ്, ഓഡിയസ്, ഡിസീറ്റ്ഫുൾ ഫ്രം ടോപ്പ് ടു ടോ. അവരെല്ലാവരും കൺസീറ്റഡ് ആണ്. കൺസീറ്റഡ് ദുരഭിമാനമുള്ളവരാണ്. ഹിപ്പോക്രിറ്റിക്കൽ കപടനാട്യക്കാരാണ്. ചാറ്ററിങ്, ഓഡിയസ്, ഓഡിയസ് മീൻസ് അസഹ്യമായത്, അൺബിയറബിൾ. ഡിസീറ്റ്ഫുൾ, വഞ്ചകീസ്. ഫ്രം ടോപ്പ് ടു ടോ, അടിമുതൽ മുടി വരെ. ഇതൊക്കെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. വെയിൻ, പെറ്റി, ക്രൂവൽ ആൻഡ് മാഡനിങ് ലോജിക്. വെയിൻ പൊങ്ങച്ചക്കാരാണ്, പെറ്റി നിസ്സാരരാണ്, ക്രൂവൽ ക്രൂരരാണ്, അതുപോലെ തന്നെ മാഡനിങ് ലോജിക്, അവർ പറയുന്നത് നമുക്ക് ദഹിക്കില്ല അല്ലെ, യുക്തിക്ക് നിരക്കാത്ത ഭ്രാന്തമായ കാര്യങ്ങളാണ് അവർ സംസാരിക്കുക. യു ഹാവ് ദ മിസ്ഫോർച്യൂൺ ടു ബി എ വുമൺ, നിങ്ങളും സ്ത്രീ ആയതിൽ ദൗർഭാഗ്യവതിയാണ്. ആൻഡ് നേച്ചർലി യു നോ വിമൻസ് നേച്ചർ, തീർച്ചയായിട്ടും സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സ്ത്രീകളുടെ സ്വഭാവം, നേച്ചർ, ക്യാരക്ടർ അറിയില്ലേ. ടെൽ മീ, ഹാവ് യു എവർ ഇൻ യുവർ ലൈഫ് സീൻ എ വുമൺ ഹു വാസ് റിയലി ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ ഒരു സ്ത്രീയെ, സത്യസന്ധയായതും അതുപോലെ തന്നെ വിശ്വസ്തയായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? Never. Only the old and the deformed are true and successful. രണ്ട് കൂട്ടർ മാത്രമേ ട്രൂവും ഫെയ്ത്ത്ഫുള്ളുമായിട്ടുള്ളൂ. ഒന്ന് ഓൾഡായിട്ടുള്ള ആളുകളായിരിക്കും, അല്ലേ, വയസ്സായവരായിരിക്കും. മറ്റൊന്ന് ഡിഫോംഡ്, വിരൂപികളായിരിക്കും. ഇവർ രണ്ടുപേര് മാത്രമേ ട്രൂവും ഫെയ്ത്ത്ഫുള്ളുമാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അൺഫെയ്ത്ത്ഫുൾ, തീരെ ലോയലായിരിക്കില്ല, അതുപോലെ തന്നെ ലോജിക്കില്ലാത്തവരായിരിക്കും. അവരൊരിക്കലും ട്രൂവുമായിരിക്കില്ല എന്നാണ് നമ്മുടെ സ്മിർനോവിൻ്റെ അഭിപ്രായം. സ്ത്രീകളെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചാക്ഷേപിക്കുകയാണ് നമ്മുടെ സ്മിർനോവ്. മിസ്സിസ് പോപ്പോവ്, ബട്ട് അലോ മീ ടു ആസ്ക്, ഹൂ ഈസ് ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ലവ്? ദ മാൻ പെർഹാപ്സ്? ആരാണ് ഇത്രയും സത്യസന്ധരായിട്ടുള്ളത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ? ആണുങ്ങളാണോ ഒരു പക്ഷേ? യെസ് ഇൻഡീഡ്, ദ മാൻ. സ്മിർനോവ് പറയുകയാണ്, തീർച്ചയായിട്ടും മാനാണ്. മിസ്സിസ് പോപ്പോവ്, ദ മാൻ. ഷീ ലവ്സ് സർക്കാസ്റ്റിക്കലി, ഒരു ആക്ഷേപ രൂപത്തിൽ ചിരിക്കുകയാണ്. ദ മാൻ ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ലവ്. ആണുങ്ങളാണത്രേ ലവിൽ ഫെയ്ത്ത്ഫുൾ. വെൽ, ദാറ്റ് ഈസ് സംതിങ് ന്യൂ. പുതിയൊരു കാര്യമാണല്ലോ, പുതിയൊരു അറിവാണ്. ബിറ്റർലി, വിദ്വേഷത്തോടെ പറയുകയാണ്. ഹൗ ക്യാൻ യു മേക്ക് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്? എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രസ്താവന ഇറക്കാൻ സാധിച്ചു? ഐ മേ ആസ് വെൽ സേ ദാറ്റ് ഓഫ് ഓൾ ദ മെൻ ഐ ഹാവ് നോൺ മൈ ഹസ്ബൻഡ് വാസ് ദ ബെസ്റ്റ്. ഞാൻ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഐ ലവ്ഡ് ഹിം പാഷനേറ്റ്ലി, വളരെ വൈകാരികമായിട്ട് ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു. വിത്ത് ഓൾ മൈ സോൾ, എൻ്റെ മുഴുവൻ ആത്മാവിലും അയാളായിരുന്നു. ആസ് ഓൺലി എ യങ് സെൻസിബിൾ വുമൻ മേ ലവ്. ഇതുപോലെ സ്നേഹിച്ചു. ആസ് ഓൺലി എ യങ്, ചെറുപ്പക്കാരിയായിട്ടുള്ള, സെൻസിബിളായിട്ടുള്ള, ബുദ്ധിയുള്ള ഒരു സ്ത്രീ സ്നേഹിക്കുന്നത് പോലെ. ഐ ഗേവ് ഹിം മൈ യൂത്ത്, ഞാൻ അവന് എൻ്റെ യൗവനം നൽകി. മൈ ഹാപ്പിനെസ്, മൈ ഫോർച്യൂൺ, മൈ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ സ്നേഹം, എൻ്റെ ധനം, എൻ്റെ യൗവനം എല്ലാം അയാൾക്ക് വേണ്ടി കൊടുത്തു. ദിസ് ബെസ്റ്റ് ഓഫ് മെൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് മാൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് ഹസ്ബൻഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ബെസ്റ്റ് ഓഫ് മെൻ ബിട്രേഡ് മീ ഇൻ എ വെരി പോസിബിൾ വേ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പുരുഷൻ അയാൾ എന്നെ പറ്റിക്കുകയാണ് ചെയ്തത്. എങ്ങനെയൊക്കെ? ഇൻ എ വെരി പോസിബിൾ വേ, സാധ്യമായിടത്തെല്ലാം അയാൾ എന്നെ പറ്റിച്ചു. ആഫ്റ്റർ ഹിസ് ഡെത്ത്, അയാളുടെ മരണശേഷം, ഐ ഫൗണ്ട് ഹിസ് ഡെസ്ക് ഫിൽ വിത്ത് ലവ് ലെറ്റേഴ്സ്. അതാണ് കാരണം. മൂപ്പർ ഡെസ്ക് തുറന്നു നോക്കിയ സമയത്ത് അത് കംപ്ലീറ്റും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു, അല്ലേ. മരണശേഷം ഡെസ്ക് ഒന്ന് തുറന്നു നോക്കിയാണ്. ഹി വേസ്റ്റഡ് മൈ മണി ആൻഡ് മെയ്ഡ് ഫൺ ഓഫ് മൈ ഫീലിങ്സ്. എൻ്റെ പണം മുഴുവൻ ധൂർത്തടിച്ച് വേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫീലിങ്സിനെ കളിയാക്കി. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ്, എല്ലാമായിട്ടും, ഐ ട്രസ്റ്റഡ് ഹിം ആൻഡ് വാസ് ട്രൂ ടു ഹിം. ഞാൻ അയാളെ വിശ്വസിച്ചു, അയാളോട് സത്യസന്ധയായിരുന്നു. ആൻഡ് മോർ ദാൻ ദാറ്റ്, അതിലുമപ്പുറം, ഹീ ഈസ് ഡെഡ് ആൻഡ് ഐ ആം സ്റ്റിൽ ട്രൂ ടു ഹിം. അയാൾ മരിച്ചിട്ടും ഞാൻ അയാളോട് നീതി കാണിക്കുകയാണ്. ഞാൻ അയാളോട് ലോയലാണ്, സത്യസന്ധയാണ്. ഐ ഹാവ് ബെറിഡ് മൈസെൽഫ് വിത്തിൻ ദീസ് ഫോർ വാൾസ് ആൻഡ് ഐ ഷാൽ വെയർ ദ മോർണിംഗ് ടു മൈ ഗ്രേവ്. ഞാൻ അങ്ങനെ ഈ ബ്ലാക്ക് ഡ്രസ്സിൽ, ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സ് എന്നാണ് അർത്ഥം. ഐ ഷാൽ വെയർ ദിസ് മോർണിംഗ്, ഞാൻ ഈ ഡ്രസ്സിലാണ്, വളരെ കളർഫുള്ളായിട്ടൊന്നുമല്ല ഞാൻ ഈ നടക്കുന്നത്. ഈ ഡ്രസ്സിൽ എൻ്റെ മരണം വരെ ഞാനിങ്ങനെ തുടരും, ഈ 4 ചുമരുകൾക്കുള്ളിൽ എന്നെ തന്നെ കുഴിച്ചിട്ട്. സ്മിർനോവ് ലാഫിംഗ് ഡിസ്റെസ്പെക്ട്ഫുള്ളി, ആക്ഷേപരൂപത്തിൽ ചിരിച്ചുകൊണ്ട്, തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. മോർണിംഗ്, വാട്ട് ഓൺ എർത്ത് ഡു യു ടേക്ക് മീ ഫോർ? നിങ്ങൾ എന്താണ് എന്നോട് പറയുന്നത്? വാട്ട് ഓൺ എർത്ത്, നമ്മൾ പറയുന്നുണ്ട്, നേരത്തെ കണ്ടതാണ്. വാട്ട് ദ ഡെവിൾ, വേർ ദ ഹെൽ വേർ യു ചോദിക്കാറുള്ളതല്ലേ. ദേഷ്യം വരുന്ന സമയത്തൊക്കെ, ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത്,
അതുപോലെ തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, റയറായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ഫ്രേസസുകളാണ് സന്ദർഭത്തിനനുസരിച്ചിട്ട്. വാട്ട് ഓൺ എർത്ത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ ഭൂമിയിലുള്ള എന്താണ് ഡു യു ടേക്ക് മീ ഫോർ, വാട്ട് ഐഡിയ ആർ യു കൺവേയിങ് ടു മീ, ഐ ഡിഡൻറ്റ് നോ വൈ യു ബറിഡ് യുവർ സെൽഫ് വിത്തിൻ ദീസ് 4 walls. ഈ 4 ചുമരുകൾക്കുള്ളിൽ നിങ്ങൾ ബറി ചെയ്തിരിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സച്ച് എ സീക്രറ്റ്, ഹോ ഒരു രഹസ്യം. സോ റൊമാൻറ്റിക് ആണത്രേ. സം നൈറ്റ് വിൽ പാസ് ദ കാസിൽ. ഇപ്പോൾ ഈ ഒരു വീട്, കാസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഭുക്കന്മാരുടെ വലിയ കോട്ട, വലിയ വീടുകളൊക്കെയാണ് കാസിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു കാസിലായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ സം നൈറ്റ് വിൽ പാസ് ദ കാസിൽ. നൈറ്റ് പഴയ പ്രഭുക്കളുടെയൊക്കെ യോദ്ധാക്കളെയാണ്, വീരയോദ്ധാക്കളെയാണ് നൈറ്റ്സ് എന്ന് പറയുന്നത്. നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലും സത്യത്തിലും പ്രേമത്തിലുമൊക്കെ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന രീതിയിലുള്ള നോബിൾ മാനെയാണ്. ഇപ്പോൾ ഇവിടെ ഇതിലൂടെ ഒരു നൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ ഹി വിൽ ഗേസ് അപ്പ് അറ്റ് ദ വിൻഡോസ്. അവൻ ആ ജനലിലേക്ക് നോക്കും. എന്നിട്ടോ, ഗേസ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നല്ലേ, ലുക്ക് എന്നാണ്. ആൻഡ് തിങ്ക് ടു ഹിംസെൽഫ്, അവൻ സ്വയം വിചാരിക്കും, ഹിയർ ലീവ്സ് എ മിസ്റ്റീരിയസ് ടമാര. ഇവിടെ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ടമാര ജീവിക്കുന്നു. താമര പറഞ്ഞു എന്നേ ഉള്ളൂ, മലയാളീകരിച്ച് കഴിഞ്ഞാൽ താമര എന്നായില്ലേ. ടമാര ഈസ് എ ക്യാരക്ടർ ദാറ്റ് ഈസ് അൺമാച്ചബിൾ ബ്യൂട്ടിയുടെ പര്യായമായിട്ട് പറയുന്ന ഒരു പേരാണ്. പകരം വയ്ക്കാനാവാത്ത സൗന്ദര്യധാമം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബ്യൂട്ടി ഇവിടെ താമസിക്കുന്നു എന്നവർ പറയും. ഫോർ ലവ് ഓഫ് എ ഹസ്ബൻഡ് ഹാസ് ബറീഡ് ഹെർസെൽഫ് വിത്തിൻ 4 walls. പിന്നെ പറഞ്ഞ് കളിയാക്കുകയാണ്, ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൊണ്ട് അവളെ തന്നെ ഈ 4 ചുമരുകൾക്കുള്ളിൽ ബറി ചെയ്തിരിക്കുന്നു എന്നും അവൻ പറയും. ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയാണ് സ്മിർനോ. ഓ ഐ അണ്ടർസ്റ്റാൻഡ് ദ ആർട്ട്. ഇതല്ലേ കാര്യം, ഈ കാര്യം പിടികിട്ടി. മിസ്സിസ് പോപ്പോവ് സ്പ്രിങ്ങിങ് അപ്പ്, അവിടുന്ന് ചാടി എണീക്കുകയാണ്. വാട്ട് ഡു യു മീൻ ബൈ സേയിങ് സച്ച് തിങ്സ് ടു മീ? വാട്ട് ഡു യു മീൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ബൈ സേയിങ് സച്ച് തിങ്സ് ടു മീ? എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? സ്മിർനോ, യു ഹാവ് ബറീഡ് യുവർ സെൽഫ് അലൈവ്. കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ നിങ്ങളെ തന്നെ ജീവനോടുകൂടി ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നു. ബട്ട് മീൻ വൈൽ, പക്ഷേ ഈ സമയം യു ഹാവ് നോട്ട് ഫോർഗോട്ടൺ, നിങ്ങൾ മറന്നിട്ടില്ല എന്തിന്? ടു പൗഡർ യുവർ നോസ്, മൂക്കിൽ പൗഡർ ഇടാൻ. യു ഡിഡൻറ്റ് ഫോർഗെറ്റ് ടു ഡെക്കറേറ്റ് ഓർ മേക്ക് അപ്പ് യുവർ സെൽഫ്. ഇപ്പോൾ മിസ്സിസ് പോപ്പോവിന് ഇതൊക്കെ കേട്ടപ്പോൾ ആകെപ്പാടെ ദേഷ്യം വരികയാണ്. കൈൻഡ്ലി ലീവ് ദ ഹൗസ്, ഈ വീട്ടിൽ നിന്ന് പോയാലും. സ്മിർനോ, ഗീവ് മീ ദ മണി, പൈസ താ. ഷീ റിങ്സ് ദ ബെൽ. എൻ്റർ ലൂക്ക അവിടേക്ക് വരുന്നു. മിസ്സിസ് പോപ്പോ, ലൂക്ക ഷോ ദ ജെന്റിൽമാൻ ഔട്ട്. ഈ ചങ്ങായിന്ന് പുറത്തായിക്ക, ലൂക്കയോട് പറയണം പോപ്പോ. ലൂക്ക ഗോയിങ് ടു സ്മിർനോ. ലൂക്ക സ്മിർനോവിൻ്റെ അടുത്തേക്ക് പോകുന്നു. സർ, വൈ ഡോണ്ട് യു ലീവ് വെൻ യു ആർ ഓർഡേഡ്? നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോയാലെന്താ അല്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞ പുറത്തേക്ക് പോകാൻ. വാട്ട് ഡു യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? സ്മിർനോ ജമ്പിങ് അപ്പ്. സ്മിർനോ അവിടുന്ന് ചാടി എണീക്കുകയാണ്. ഹും ഡു യു തിങ്ക് യു ആർ ടോക്കിംഗ് ടു? ആരോടാണ് നീ സംസാരിക്കുന്നത് അറിയാമോ? ഐ വിൽ ഗ്രൈൻഡ് യു ടു പൗഡർ, ഞാൻ നിന്നെ ഇടിച്ച് പൊടിയാക്കും. ലൂക്ക പുട്ട്സ് ഹിസ് ഹാൻഡ് ടു ഹിസ് ഹാർട്ട്. ലൂക്ക തൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഗുഡ് ലോർഡ്, ഹി ഡ്രോപ്സ് ഇൻ ടു എ ചെയർ. അയാൾ ചെയറിലേക്ക് ഇരിക്കുകയാണ്. ഓ ഐ എം ഇൽ, ഐ കാൻ ബ്രീത്ത്. ഓ ഞാൻ തോറ്റിരിക്കുന്നു, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ലൂക്കയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. മിസ്സിസ് പോപ്പോ ടു സ്മിർനോ, ലീവ്, ഗെറ്റ് ഔട്ട്. അപ്പോഴും ആ മിസ്സിസ് പോപ്പോ അവിടെ കിടന്ന് തിളയ്ക്കുകയാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. സ്മിർനോ, കൈൻഡ്ലി ബി എ ലിറ്റിൽ മോർ പൊളൈറ്റ്. അല്ലേ, ദയവ് ചെയ്ത് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് വിനീതയായിട്ട് സംസാരിക്കൂ. മിസ്സിസ് പോപ്പോ സ്ട്രൈക്കിംഗ് എ ഫീസ് ആൻഡ് സ്റ്റാമ്പിങ് എ ഫീറ്റ്. മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട്, തറയിൽ കാലുകൊണ്ട് ചവിട്ടി, ഉറക്കെ ചവിട്ടിക്കൊണ്ട്, അതായത് അക്ഷമയായിട്ട് അസ്മയോട് ഇങ്ങനെ നിൽക്കുകയാണ്. യു ആർ വോൾഗർ, യു ആർ എ ബുവ, എ മോൺസ്റ്റർ. അപ്പോൾ അവനെ വൃത്തികെട്ടവനെന്നും അപരിഷ്കൃതനെന്നും ഒരു മോൺസ്റ്റർ, പേടിപ്പെടുത്തുന്ന വലിയ രൂപത്തിനെയാണല്ലോ മോൺസ്റ്റർ എന്ന് പറയുന്നത്, ഒരു ഭീകരജീവി, നീ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് മിസ്സിസ് പോപ്പോ അവിടെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ അല്ലേ. ബാക്കി ഒരു 2.5 പേജും കൂടിയുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. Read the textbook again and again. Write down the difficult meanings. Try to answer the questions given below in each page of your textbook. Okay? So we will meet in the next class. Thank you.